ഇപ്പോൾ ഇവിടെ രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ അജ്മീരിലുള്ള ഈ ചേരികളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. അവർക്കൊരു ജീവിതം കൊടുക്കണം. ആ ജീവിതം കൊടുക്കാൻ വേണ്ടി സുനിൽ സാറുമായിട്ട് ഞങ്ങൾ കൈകോർക്കുന്നു. ഉഡാൻ അക്കാഡമിയുടെ കുട്ടികളാണ് ഈ കാണുന്നത്. ഈ കുട്ടികൾ ഇവിടെ ഇന്ന് നമ്മൾ ഒരു ന്യൂ ഇയർ പാർട്ടി വെച്ചിരിക്കുകയാണ്. ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും ഈ കാണുന്ന എല്ലാം ഷൂസാണ്. 350 പെയർ ഷൂസാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇടാനൊരു ചെരുപ്പില്ല. ഈ പൊടും തണുപ്പത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് നിങ്ങൾ നോക്കിയാൽ ഈ തണുപ്പത്ത് ഇന്ന് ഇവിടെ മഴയാണ്. 0 ഡിഗ്രിയിലും താഴെയാണ് ടെമ്പറേച്ചർ. ഈ സമയത്ത് ഈ കുട്ടികൾ എങ്ങനെ അവർ കിടന്നുറങ്ങുന്നു, എങ്ങനെ അവർ ജീവിക്കുന്നു എനിക്കറിയത്തില്ല. ഇന്ത്യയുടെ ഒരു തീരാ ശാപമാണ് ഈ കാണുന്നത്. ഏകദേശം 500ഓളം ചെറിയ ടെന്റുകളിൽ എന്താ പറയാ, പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിദേശിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് പാവം മനുഷ്യ കുഞ്ഞുങ്ങള് ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ? ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച? ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട്, ഇവരെ രക്ഷിക്കാനായിട്ട്? ഇതിപ്പോ ഞങ്ങള് സാറിപ്പോൾ സുനിൽ ജോസാണ് സാറിന്റെ പേര്. സാറ് ഇവിടെ ഒരു സ്കൂളിലെ ഒരു മെയിൻ അധ്യാപകനാണ്. കോഴിക്കോട് ഭാഗത്താണ് വീട്. ഇവിടെ വന്ന് സാർ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 20 വർഷമായി. സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ചേരികളിൽ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സുനിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദ്യാൻ സൊസൈറ്റി എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ പേരിലാണ് സാർ നടത്തുന്നത്. ഇപ്പോൾ ജനസേവാ ശിശുഭവൻ ഇതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ സാറിനൊപ്പം കൈകോർക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ നമുക്ക് രക്ഷിക്കണം, ഇവർക്കും ജീവിതം കൊടുക്കണം. ഏകദേശം ഒരു 1000ഓളം കുഞ്ഞുങ്ങളുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, പട്ടിണി കോലങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. കമോൺ 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 ആയ 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 ആയ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മുഴുവനും. ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവർക്കൊരു ജീവിതം നൽകണം. ആ ജീവിതം നൽകുന്നതിന് വേണ്ടി ജനസേവാ ശിശുഭവൻ തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് അത് ആ വലിയൊരു വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് എല്ലാവരും വരണം. എല്ലാ സൂമനസ്സുകളും ഇതിനോടൊപ്പം സഹകരിക്കണം. നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവരും നമ്മുടെ മക്കളാണ്. ഈ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് ഭാരത മക്കളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറണം. അതുകൊണ്ട് എല്ലാ സൂമനസ്സുകളും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം. ഷൂസ് ആൻഡ് സോക്സ് നമ്മൾ കൊടുക്കുകയാണ് ഈ പിള്ളേർക്ക്. അവർ ഇന്നിവിടെ ന്യൂ ഇയർ പാർട്ടിയാണ്. ഇവിടെ ഇപ്പം പാർട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വരും. എല്ലാവർക്കും ഭക്ഷണമാണ്. പിന്നെ ഒരു DJ പാർട്ടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഷൂസ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ജോസ് മാവേലി സാറിനെയും സാറിനെ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ന്യൂ ഇയർ, ക്രിസ്മസ്, ഈദ്, പിന്നെ ദീപാവലി എല്ലാം സെലിബ്രേഷൻ ചെയ്യുന്നു. ഈ കുട്ടികൾ നാളെ ഈ ദേശത്തിന്റെ നല്ല പൗരന്മാര് വളരട്ടെ, മതേതര സൗഹാർദ്ദത്തിൽ വളരട്ടെ, എല്ലാ റിലീജിയനും ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോസ് മാവേലി സാറിനും അദ്ദേഹത്തിനെ സഹായിച്ച എല്ലാവർക്കും, അദ്ദേഹത്തിനെ ആരെന്തു സഹായിക്കുന്നോ ആ സഹായം എൻ്റെ അടുത്താണ് വരുന്നത് ഡയറക്ട്ലി. നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് ഉച്ച കഴിയുമ്പോൾ ഏകദേശം 300 പിള്ളേരുണ്ട്. അവർക്ക് ഇന്ന് ഇത് വിതരണം ചെയ്യുന്നതാണ്. बच्चों के साथ एंजॉय करते हुए